ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഇന്നത്തെ എൻ്റെ ഡിന്നറിൽ വേറെ ഒരു കറിയും ഞാൻ കൂട്ടിയിട്ടില്ല. ഈ ഒരൊറ്റ കറി കൊണ്ടാണ് ഞാൻ ചോറ് കഴിച്ചത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത് ഓവറായിട്ട് അങ്ങ് ചിക്കി എടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല വലിയ പീസായിട്ട് വേണം ഇത് കിടക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഈ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 സവോള, 2 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 1 തക്കാളി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി മുട്ട പ്രിപ്പയർ ചെയ്ത സെയിം പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡിന്നർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഒറ്റ കറി കൂട്ടി മാത്രമാണ് ഞാൻ ചോറ് കഴിച്ചത്. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു.